സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇബ്രയിലാണ്, നമ്മളെ ഷിഹാബ് കോട്ടക്കൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഫുഡ്കാൻ്റെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നാട്ടോ. സുഹൃത്തുക്കളെ, ഒമാനിലെ ഇബ്രയിൽ നടക്കുന്ന ഈ ഒരു എക്സിബിഷൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പ്രൊഫഷണലി എൻ്റെ ഫീൽഡ് അക്കൗണ്ട്സ് ആണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും ഞാൻ ചിലവഴിച്ച ഒരു ഫീൽഡാണ് ഈ പറയുന്ന വാന നിരീക്ഷണം എന്നുള്ളത്. ഈ പ്രപഞ്ചം പൊട്ടിമുളച്ചതല്ലെന്നും അതിനൊരു സൃഷ്ടാവുണ്ടെന്നും എന്നിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ അതൊരു വളരെ വലിയ കാരണമായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഭൂമിയിലേക്ക് ഒരുപാട് ഈ ഉൽക്കകൾ ഇങ്ങനെ വീകും വാചിക്ക. അപ്പോൾ അതിങ്ങനെ വീകുമ്പോൾ നമ്മുടെ ഭൂമിക്ക് ഒരു ലെയർ ഉണ്ടല്ലോ, എയർ. അത് ഭയങ്കര ഹാർഡ് സംഭവം. നമ്മൾ വിചാരിക്കും എയർ അല്ലേന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഈ കല്ല് മാക്സിമം അവിടെ നിന്ന് തന്നെ കത്തിപ്പോകും. ഈ കത്തിയിട്ടും ബാക്കി ഉണ്ടാകുന്ന കല്ലുണ്ടാവല്ലോ, കത്താതെ കിടക്കുന്ന കല്ലുകൾ ഇടയ്ക്കൊക്കെ ഭൂമിയിൽ വെക്കും. ആ കല്ല് കാണാനാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ഒമാനിൽ ആദ്യമായിട്ട് കണ്ടെടുത്ത മെറ്ററോയിഡ്, അതായത് ഉൽക്കാശകലം. 1954 കണ്ടെടുത്ത ഈ ഒരു മെറ്ററോയിഡ് 2000 വർഷങ്ങൾക്ക് മുന്നേ വീണതാണെന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാം, ഇത്തരം ഉൽക്കാശകലങ്ങൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവയുടെ വേഗത കാരണം ഭൂമിയുടെ വായുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അതുമൂലം ചൂടായി കത്തിത്തീരുകയും ചെയ്യുന്നു. എന്നാൽ ഇതുപോലെ കത്തിത്തീരാത്ത, കത്തിപ്പോകാത്ത ഭൂമിയിലെത്തുന്ന ഇത്തരം മെറ്റീരിയൽസിനെയാണ്, അല്ലെങ്കിൽ ഇത്തരം ഹാർഡ് റോക്സിനെയാണ് നമ്മൾ ഉൽക്കാശിലകൾ എന്ന് വിളിക്കുന്നത്. After that, you can see the holes here. The holes obtain that it reacts with the oxygen, and also these cracks. You can see the cracks. 2026 മാർച്ച് 1 വരെ നടക്കുന്ന ഒമാനിലെ ഇബ്രയിൽ നടക്കുന്ന ഈ ഒരു എക്സിബിഷൻ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് എന്നുണർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ജംഷീർ തലേക്കര. Dark color, and also its weight is around 41 kilograms, so it's very heavy.